എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് ഏപ്രിൽ മാസം അവസാനിക്കാൻ ഇനി നാളെ കൂടി മാത്രം അവശേഷിക്കുകയും സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ഉണ്ടായില്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ച് വിതരണം നടന്നത് 2 മാസത്തേതാണ്. അത് കഴിഞ്ഞ് 3-ാം മാസത്തിൽ തന്നെ ഇത് കുടിശ്ശികയാകുമോ എന്നുള്ള ആശങ്കയിലാണ് സ്ത്രീ ഗുണഭോക്താക്കൾ. സമയമില്ലാത്ത സമയത്തും ഇല്ലാത്ത പണവും ഉണ്ടാക്കി അക്ഷയയിൽ പോയി ക്യൂ നിന്ന് അപേക്ഷ നൽകി ഒരുപാട് പ്രതീക്ഷയോടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ആദ്യത്തെ 2 മാസം കൈപ്പറ്റിയിട്ടുള്ള ആളുകളുടെ മനസ്സിലുണ്ടാകുക എല്ലാ മാസവും ഇനി ഒരു വരുമാനമായല്ലോ, മുടങ്ങാതെ 1000 ലഭിക്കും എന്നായിരുന്നു. എന്നാൽ ഇത് ഫെബ്രുവരിയിൽ തുടങ്ങി മാർച്ചിൽ 2ാമത്തെ വിതരണം ഇലക്ഷന് മുമ്പ് നടന്നു. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇതാ ഏപ്രിൽ മാസത്തെ പെൻഷൻ ഏപ്രിൽ മാസം കഴിയാറാകുമ്പോഴും വിതരണം നടന്നില്ല എന്നുള്ളത് സർക്കാരിന്റെ ചതിയായിരുന്നോ ഇത് എന്ന് ആശങ്കപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഇനി ഈ മാസം 4 കഴിഞ്ഞാൽ നിലവിലെ സർക്കാരിന്റെ കാലാവധി കഴിയുകയാണ്. അത് കഴിഞ്ഞാൽ ആര് വന്നാലും, അതായത് നിലവിലുള്ള സർക്കാർ തുടരുകയാണ് എങ്കിൽ അപ്പോൾ വിതരണം ചെയ്യുക. മറ്റൊരാൾ അധികാരമേൽക്കുകയാണെങ്കിൽ അവരുടെ തലയിൽ ഇരിക്കട്ടെ എന്നുള്ള ഒരു ചിന്തയിലാണോ ഇത് വിതരണം ചെയ്യാത്തത് എന്നുള്ള ചോദ്യം ഉയരുകയാണ്. എന്തായാലും 35 മുതൽ 60 വയസ്സ് വരെയുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പാവപ്പെട്ട സ്ത്രീകളെ പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലാണ് ഈ മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം താമസിച്ച് അല്ലെങ്കിൽ വിതരണം ചെയ്യാതെ കുടിശ്ശികയായി പോകുന്നത് എന്നുള്ളത് വളരെ ദയനീയവും സങ്കടവുമാണ്. ഇതേ രീതിയിൽ തന്നെയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ. അതും 18 മാസത്തെ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കും, അതായത് 29,000 രൂപയോളം അക്കൗണ്ടുകളിലേക്ക് എത്തും എന്ന് പറഞ്ഞത് പിന്നീട് ആ ഒരു വിതരണം ഉണ്ടായില്ല എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. 5 മാസത്തെ പെൻഷൻ വിതരണം ചെയ്തുകൊണ്ട് ഇലക്ഷന് മുമ്പ് പെൻഷൻ ഗുണഭോക്താക്കളുടെ വായടക്കുന്ന രീതിയാണ് ഉണ്ടായത്. ഈ മാസത്തെ പെൻഷൻ അവർക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവരം. പ്രവാസി ക്ഷേമ പെൻഷനും ഇപ്പോൾ മുടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. വിധി വരുന്നതിന് മുമ്പ് തന്നെ ഇനി അധികാരത്തിലേക്ക് ഇല്ല എന്ന് സർക്കാർ തീരുമാനിച്ചത് കൊണ്ടാണോ ഇങ്ങനെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങി 3-ാം മാസത്തിൽ തന്നെ കുടിശ്ശികയാക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ക്ഷേമ പെൻഷൻ, സ്ത്രീ സുരക്ഷാ പെൻഷൻ കൃത്യസമയത്ത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി നേരത്തെ ഉത്തരവുകൾ സർക്കാർ ഇറക്കിയിരുന്നു. എന്നിട്ടും ഈ ഒരു തുക വിതരണം നടക്കാത്തത് വളരെ ക്രൂരമാണ്. ക്ഷേമ പെൻഷൻ വിഷുവിന് മുമ്പ് ഏപ്രിൽ മാസത്തേത് വിതരണം ചെയ്തിരുന്നു. പക്ഷെ സ്ത്രീ സുരക്ഷാ പെൻഷൻ അതുണ്ടായില്ല. ക്ഷേമ പെൻഷൻ ഇനി മെയ് മാസത്തേത് മാത്രമാണ് ലഭിക്കുക. അപ്പോൾ ആരാണ് എങ്കിലും പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നിരിക്കും. ആ ഒരു രീതിയിൽ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ, അതായത് അടുത്ത് ഭരിക്കുന്ന സർക്കാർ വിതരണം ചെയ്യട്ടെ എന്നുള്ള രീതിയിലേക്കാണ് ഇത് പോകുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യം താഴെ കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.